ഒറ്റ വീഡിയോ ട്രെൻഡ് ആയാൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒറ്റ വീഡിയോ ട്രെൻഡിങ് ആയാ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നമ്മൾ സെലിബ്രിറ്റിയാ. ചുമ്മാതാ ചുമ്മാതാ ഒരിക്കലും നടക്കത്തില്ല. ഹാർഡ് വർക്കും ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ലക്കും ഈ 4 ഫാക്ടർ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തന്മാര് പറയും നിനക്ക് യൂട്യൂബിൽ വീഡിയോ കിട്ടില്ലോടാ, നിനക്കിപ്പോ കുറെ കിട്ടില്ല, എന്ത് കിഴങ്ങ് കിട്ടും ഇവന്മാര് പറയുന്നത്. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം. വൈറലാകാനായാലും ആഡ്സൻസിൽ കൊടുത്ത് പൈസ കിട്ടാനായാലും എല്ലാം. ഇത് കൂടാതെ കൺസിസ്റ്റൻസി എന്നൊരു കാര്യം നല്ലപോലെ ഉണ്ട്. ഇപ്പം എനിക്ക് 1 MB വീഡിയോ ഉണ്ട്, തൊട്ടടുത്ത ആഴ്ച ഞാൻ എടുത്ത വീഡിയോക്ക് 100 വ്യൂ പോയി, കയ്യിൽ നിന്ന് പോയി എല്ലാം. പക്ഷെ ഓരോരുത്തർ പറയുന്നത് എന്തുവാ, അവന്റെ 1 MB അടിച്ച വീഡിയോ ഉണ്ട്, അവന് അത് മതി. അതുകൊണ്ട് എന്തോ ആകാനാ? വർഷം ഇത് ഓർത്തോണ്ടിരിക്കാൻ പറ്റുമോ? ഒരു സംവിധായകൻ ഒരു സിനിമ ഹിറ്റാക്കി അയാൾ അതിന്റെ ഓർമ്മയിൽ എന്നും ജീവിക്കാൻ പറ്റുമോ? വീണ്ടും വീണ്ടും നല്ല സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഒരു വീഡിയോ ട്രെൻഡിങ് ആയി, പിന്നെ നമ്മൾ തൊട്ടടുത്തായിട്ട് ഇടുന്നത് അതിനേക്കാൾ ട്രെൻഡിങ് ആവുന്ന രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം. ജോസും സെബി മലയിലും സത്യനന്ദിക്കാനും പ്രിയദർശനും പോലുള്ള ലെജൻഡറി ഡയറക്ടേഴ്സ് പണ്ട് കാലത്ത് ഒരുപാട് മാസ്റ്റർ പീസ് സിനിമകൾ ഉണ്ടാക്കി. പക്ഷെ ഇന്ന് അവരെ കൊണ്ട് അത് പറ്റാത്തത് കൊണ്ടാണ് അവരെക്കാൾ ഉപരിയായിട്ട് യൂത്ത് ഡയറക്ടേഴ്സ് ക്ലിക്കായി വരുന്നത്. അതായത് ഇപ്പൊ ലാൽ ജോസ് എന്നുള്ള ഡയറക്ടർ നമ്മൾ ഒരുപാട് സിനിമകൾ പുള്ളിയുടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ കുറെ കാലമായിട്ട് ചെയ്ത സിനിമകൾ ഒന്നും തന്നെ ഒരു വലിയ ഹിറ്റായി മാറുന്നില്ല. അതായത് വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്താനുള്ള എന്തെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ യൂട്യൂബ് വൈറലാകത്തുള്ളൂ, യൂട്യൂബ് ചാനൽ സെറ്റ് ആകത്തുള്ളൂ. ഇതറിയാതെ ചുമ്മാതൊരു വ്ലോഗ് ഇട്ടു, ഞാൻ ചായ കുടിക്കുകയാണ് ഗൈസ്, ഞാൻ മറ്റേത് ചെയ്യുകയാണ് ഗൈസ്. ഇത് എല്ലാരെ കൊണ്ടും പറ്റും. പക്ഷെ നമ്മൾക്ക് ഒരു വെറൈറ്റി അതിൽ കാണിക്കണം. ഇങ്ങനെ ഒരു വെറൈറ്റി കാണിച്ചാൽ മാത്രമേ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ക്ലിക്ക് ആവാൻ പറ്റത്തുള്ളൂ. ഒരു ചാനൽ ഉണ്ടാക്കുന്നു, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, 4000 വാച്ചിങ് അവർ ആക്കുന്നു, 1K സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നു, മോണിറ്റൈസേഷൻ കൊടുക്കുന്നു. ഈ മോണിറ്റൈസേഷൻ റിജക്ട് ആയാൽ എന്തോ ചെയ്യും? വീണ്ടും അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ ചെയ്യാനായിട്ട് വീണ്ടും 2-3 മാസം കഴിയണം. അഥവാ അത് പിന്നെ റിജക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിയണം. ഇങ്ങനെ നമ്മൾ എത്ര കാലം ഇത് നോക്കിയിരിക്കും? ഒരു ജോലിക്കും പോകാതെ എങ്ങനെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് റവന്യൂ കൊണ്ട് നമ്മൾ ജീവിക്കാൻ പറ്റും. ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ നോക്കി നമുക്ക് നമ്മുടെ സ്കില്ല് അറിഞ്ഞിരിക്കണം. നമ്മൾ നമ്മുടെ സ്കില്ല് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആ സ്കില്ല് മറ്റുള്ളവരെ കാണിക്കണം. ഇപ്പം നല്ലോണം സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അത് വെച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ടോപ്പിനെ കുറിച്ച് സംസാരിക്കണം. പോട്ടെ, നിങ്ങൾക്ക് നല്ല അഭിനയിക്കാൻ കഴിവുണ്ടോ എങ്കിൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് അവിടെ ജീവിക്കാൻ ശ്രമിക്കണം. അതൊന്നും ഇല്ലാതെ ചുമ്മാതിരി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഞാൻ കുക്ക് ചെയ്യാൻ പോവാം, കുക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോ ഇട്ടു, ക്ലിക്കാകത്തില്ല. എനിക്ക് പാട്ട് പാടാൻ പറ്റും എങ്കിൽ ഞാൻ പാട്ട് പാടാം, ക്ലിക്കാകത്തില്ല. അവിടെ വെറൈറ്റി കൊണ്ടുവരണം. ആ വെറൈറ്റി കൊണ്ടുവന്നാൽ മാത്രമേ ക്ലിക്ക് ആകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ നോക്കിയിട്ട് പറയാം, ഇവരാകെ 10 രൂപ സബ്സ്ക്രൈബേഴ്സ്, ഇവൻ എന്താ പറയാ, എനിക്ക് ഓൾറെഡി 2 ചാനലുണ്ട്, 2 ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്, ഈ 2 ചാനലിലും ഞാൻ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇതുകൂടാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും വെച്ച് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. ഇക്കാര്യത്തിൽ ശരിക്കും നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ഒരുപാട് പേര് കളിയാക്കും, അശ്വന്ത് ഗോക്ക്. പുള്ളിക്കാരൻ ആദ്യം കിട്ടിയ ഫെയിം എങ്ങനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യത്തിൽ ശരിക്കും പുള്ളി PhD എടുത്തതാണ് നമ്മൾ ചിന്തിക്കണം. ആദ്യകാലങ്ങളിൽ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിൽ നല്ല പച്ചത്തെറി വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇന്നൊരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം പുള്ളിയുടെ റിവ്യൂ റെഫർ ചെയ്യാറുണ്ട്. നമ്മളെ എന്റർടൈൻ ചെയ്യിക്കാനുള്ള കാര്യം പുള്ളിയിലുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് പലർക്കും ഇല്ലാത്തൊരു പ്രത്യേകത പുള്ളിക്കുള്ളത്. അദ്ദേഹത്തിനേക്കാൾ മുന്നേ ഒരുപാട് റിവ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അവരെക്കാൾ എല്ലാം ട്രെൻഡിങ് ആയത് പുള്ളിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് എങ്ങനെ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്നു, ആ പിടിച്ചിരുത്തുന്നതിലാണ് നമ്മുടെ കഴിവ്. അല്ലാതെ ചുമ്മാതൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നമ്മുടെ കഴിവ് കാണിച്ചാൽ ഒരിക്കലും ട്രെൻഡ് ആകത്തില്ല. ഇത് കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അത് മോണിറ്റൈസേഷൻ കൊടുത്തു, വന്നില്ല, പിന്നെ നമുക്ക് ടെൻഷനാ, പിന്നെ ഇതാകുമോ ഇല്ലയോ. നമ്മൾ പല രീതിയിലുള്ള കഴിവുണ്ടെങ്കിൽ ആ പല രീതിയിലുള്ള കഴിവ് മറ്റുള്ളവർ മാർക്കറ്റ് ചെയ്യാൻ അറിയണം. ഇത് മാർക്കറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരു കാലത്ത് നമ്മളൊരു ബെറ്റർ യൂട്യൂബറായി മാറത്തില്ല. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷനായി പൈസ കിട്ടുന്നതിന് മുന്നേ തന്നെ $10 ആകുമ്പോൾ തന്നെ നമ്മളുടെ ഗൂഗിൾ ആഡ്സൻസിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ട് വീണ്ടും അത് വെച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. അല്ലാതെ ചുമ്മാ 4 വീഡിയോ ഇട്ട് ഇപ്പൊ പൈസ കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഓരോ പൊട്ടന്മാരാ അത് പറയുന്നത്. ക്യാഷ് ആണ് ലൈഫിലെ ഏറ്റവും വലിയ പോയിന്റ്. ആ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ഹാപ്പിനെസ് ഇല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇതെല്ലാം മനസ്സിലാകുന്ന ഒരു പ്രായം വരും, സത്യമായി പറയുന്നത്. ആ ടൈമില് ശരിക്കും പറഞ്ഞാൽ കാലം കടന്നു പോയെന്ന് ചിന്തിക്കും. അതിനു മുന്നേ ഇത് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്കൊരു ഗെയിൻ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഓരോരുത്തന്മാർ പറയും, വീഡിയോ ഇട്ടു അവന് പൈസ കിട്ടുന്നുണ്ട്, ചുമ്മാതെ വീഡിയോ ഇട്ടാൽ പൈസ കിട്ടുമോ? എന്തുമാത്രം ക്രിയേറ്റിവിറ്റി ഇതിനകത്തുണ്ട്. അല്ലാതെ ഓരോരുത്തന്മാർ പറയുന്ന കൂട്ട് ഇന്നലെ വീഡിയോ ഇട്ടു, അവൻ ട്രെൻഡിങ് ആയി, മറ്റേതായി. ഈ ട്രെൻഡിങ് അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്താ ആരും മനസ്സിലാകാത്തത്?
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബിൽ ക്ലിക്ക് ആകുക എന്നൊക്കെ ഉള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഈ ഓരോരുത്തന്മാർ പറയുന്നത് കേട്ട് ചുമ്മാതെ യൂട്യൂബ് ചാനൽ തുടങ്ങി പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് പറ്റത്തില്ല. സത്യമായിട്ട് നമ്മളെ കൊണ്ട് ഒന്നും ആവാൻ പറ്റത്തില്ല. ഒരു യൂട്യൂബറായിട്ട് നിങ്ങൾക്ക് മാറണം, യൂട്യൂബ് ചാനൽ വ്യക്തമായിട്ട് നമുക്ക് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ അതിനെ സമീപിക്കുക. നല്ല രീതിയിൽ അതിന് എഫേർട്ട് ഇടുക. വീണ്ടും വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഒരു വീഡിയോയ്ക്ക് കുറച്ച് വ്യൂ വന്നാൽ എങ്ങനെയാണ് ആ വ്യൂ വന്നതെന്ന് മനസ്സിലാക്കുക. വീണ്ടും ആ വ്യൂ കൂട്ടാൻ എന്തോ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫാക്ടറിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ പറ്റത്തുള്ളൂ. കോവിഡ് ഇടയ്ക്ക് മുന്നേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിനെ ഇത്ര ഇതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ കോവിഡ് ആ ടൈമിൽ, ആ ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ക്ലച്ച് പിടിച്ചു. അതിന്റെ പ്രധാന കാരണം അന്ന് കാണാൻ വ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആളുകളിൽ ഇൻട്രസ്റ്റ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ ആളുകൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം. പക്ഷെ ഇന്ന് അങ്ങനല്ല, സ്ഥിതിയെല്ലാം മാറി. ഇന്ന് വെറൈറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മുടെ ചാനൽ ഇരുന്ന് കാണത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണം ചോദിക്കാം, നിനക്ക് ഇതിന് മാത്രം നീ വലിയ ഫെയിം ആണോ? ഫെയിം അല്ല, പക്ഷെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. അത് വ്യക്തമായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറാൻ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് എന്തെങ്കിലും നമുക്ക് സെറ്റിൽ ആവാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.